എല്ലാവർക്കും മൈൻക്രാഫ്റ്റ് ബിഗിനർ സീരീസിൻ്റെ 6ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം ഈ എപ്പിസോഡിൽ നമ്മൾ വന്നിരിക്കുന്ന പറയുമ്പോൾ ഞാൻ വീഡിയോ എടുക്കണമെന്ന് വെച്ചാൽ അപ്പം ഞാൻ ഇവിടെ കേവ് മൈനിങ്ങിന് ഇങ്ങോട്ടൊന്ന് ഇറങ്ങിയപ്പോൾ ഇവിടെ ഞാൻ ചെറിയൊരു സോംബിയുടെ സൗണ്ട് കേട്ടു. അപ്പം ഞാൻ വന്നു നോക്കിയപ്പം ഈ കല്ലുണ്ട്, ഈ കല്ല് ഇത് ഞാൻ കണ്ട്. ഇത് സാധാരണ ജിയോഡിനകത്ത് വരുന്ന കല്ലാണ്. അപ്പോൾ ഇതിൻ്റെ താഴെ എവിടെ ജിയോഡുണ്ടെന്ന് ആണ് അതിൻ്റെ അർത്ഥം. അപ്പം ഞാൻ ഇവിടെ കുഴിച്ച് നോക്കി കണ്ടുപിടിച്ച് അതിൻ്റെ വീഡിയോ ഇടാനും പറഞ്ഞാണ് ഞാൻ ഇന്നത്തെ എപ്പിസോഡ്. കുഴിയെങ്ങാനാണെങ്കിലേ അതുകൊണ്ടേ എത്തി ഗൈസ്. അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോ. ഞാൻ ഈ വീഡിയോ എടുക്കണമെന്ന് വെച്ചാണ്. പിന്നെ കേവ് മൈനിങ് പോകുന്ന വീഡിയോ വേണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടാണ്. സൗണ്ട് നോക്ക് ഗൈസ്. ഓക്കെ ഗൈസ്, ടോർച്ച് വേറെ ആരും ഇങ്ങോട്ട് വരണ്ട. ഇത് നമ്മുടെ സ്വന്തം. ഇവിടെ ഇരിക്കട്ടെ. ആ സൗണ്ട് ഇത് മൊത്തം ഞാൻ പൊട്ടിച്ചെടുത്ത് ഞാൻ മേളിൽ കൊണ്ട് വെക്കാൻ പോകുന്ന ഗൈസ്. നല്ല സൗണ്ട് ഈ കല്ലിന്. കിട്ടും. അതെന്താ കിട്ടാനേ? മറ്റേ പൊട്ടിയിരുന്നേ ഉണ്ടോ? സൗണ്ട് നോക്ക് ഗൈസ്. വെയിറ്റ്, ഇതെന്തായാലും ഞാൻ പൊട്ടിച്ചെടുക്കും. മൊത്തം സ്പൈ ഗ്ലാസ് ഉണ്ടാക്കാൻ ആവശ്യമുണ്ട്. ഇത് പൊട്ടു. അയ്യോ, അത് പൊട്ടു. ഇത് വെച്ച് തന്നെ ഉണ്ടാക്കാൻ പറ്റില്ല ഇത്. അപ്പം ഞാൻ ഗൈസ് ഇത് ഫുള്ള് ഞാൻ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ഞാൻ വരുന്നു. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളിത് മൊത്തം വെട്ടിപ്പൊളിച്ച് പിന്നെ അങ്ങും ഇങ്ങും കുറേ നിർത്തിയിട്ടുണ്ട്. അതുമാതിരി പൊട്ടാറായി നിൽക്കുന്നതാണ് ഗൈസ്. പിന്നെ നമ്മുടെ സീരീസ് നടന്നവർക്ക് പറഞ്ഞു ഇതിൻ്റെ പേരാണ് അമിത്തിസ്റ്റ് ജിയോഡ്. ഇതിങ്ങനെ എല്ലായിടത്തും സ്പോണാവുന്ന സാധനമാണ്. ഈ മണ്ണിൻ്റെ അടിയിലും കടലിൻ്റെ അടുക്കൊക്കെ ഒരുമാതിരി വട്ടത്ത് ഒരു ബോളിൻ്റെ ഷേപ്പിൽ നമ്മുടെ ഇരിക്കുന്ന സാധനമാണ്. അതിൻ്റെ ബോളിൻ്റെ കളറെന്ന് പറഞ്ഞാൽ ഇത് വെച്ചിട്ടാണ് അതിൻ്റെ ഔട്ടർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ സാധനം വെച്ച് അതിൻ്റെ പേരെന്താ? സ്മൂത്ത് ബസാൾട്ട്. അത് തന്നെ, സ്മൂത്ത് ബസാൾട്ട്. അത് വെച്ചിട്ടാണ് ഇതിൻ്റെ ഈ സാധനം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ നിന്ന വഴിക്ക് ഇവിടെ ഞാൻ സോംബിയുടെ സൗണ്ട് കേട്ടു. എനിക്ക് ഇവിടെ സ്കെൽട്ടൻ്റെ സൗണ്ട് എനിക്ക് തോന്നുന്നു. കാരണം ഇവിടെ ഇത്ര അടഞ്ഞു കിടക്കും. ഇവിടെ ഓപ്പൺ ആയതുകൊണ്ട് ചിലപ്പോൾ ഈ സൈഡിലോട്ട് എവിടെയെങ്കിലും ഒരു കേവ് കാണാൻ ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കാം. അതിന് മുമ്പ് ഞാൻ ഈ സാധനം കയ്യിൽ നിന്ന് കൊണ്ട് വെച്ചിട്ട് എൻ്റെ പിക്കാക്സും പൊട്ടി ഗൈസ്. അതിൽ കോമഡി. ഇവിടെ നിന്ന് കയറിയിട്ട് മേളിൽ പോകണമെങ്കിൽ ഇവിടെ ചെയ്യണം. പക്ഷേ അത് ചെയ്യണം, നോക്കട്ടെ. തിരിച്ച് ഇറങ്ങിയാൽ നമുക്ക് ഇത് കൊണ്ടുവച്ചിട്ട് സേഫായി കളിക്കാം. ഇനി മിക്കവാറും മേളിൽ രാത്രി ആവാനാണ് ചാൻസസ്. ഓക്കെ, ഈ സാധനം ഞാനിത് പൊട്ടിച്ചെടുത്തതിൻ്റെ കാരണം തന്നെ ഇതിൻ്റെ സൗണ്ട് നല്ല രസമാണ് കേൾക്കാൻ. അപ്പം എവിടെയെങ്കിലും കൊണ്ടുവച്ച് അതിനകത്തൂടെ നടക്കുമ്പോൾ ഒരു പ്രത്യേക സൗണ്ടാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതിന് ഇത് വെച്ച് സ്പൈ ഗ്ലാസ് ഉണ്ടാക്കാൻ പറ്റും. ക്രിസ്റ്റലും കോപ്പറും വുഡും അങ്ങനെ എന്തൊക്കെ വെച്ച് സ്പൈ ഗ്ലാസ് ഉണ്ടാക്കാൻ പറ്റും. അതും കൂടെ നോക്കാം ഗൈസ്. അങ്ങനെ ഞാൻ മൈൻക്രാഫ്റ്റ് കളിച്ച സീരീസ് എനിക്ക് ആദ്യമായിട്ടാണ് ഈ ജിയോഡ് കിട്ടുന്നത്. അല്ലാതെ ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. ഈ സ്പെക്ടേറ്റർ മോഡിലൊക്കെ പോയി ഞാൻ ജിയോഡിനകത്ത് പോയിട്ട് ഇതൊക്കെ നോക്കിയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് ജിയോഡ് കണ്ടുപിടിച്ചിരിക്കുകയാണ് ഗൈസ്. എൻ്റെ 2 പിക്കാക്സ് ജിയോഡ് പൊട്ടിച്ച് എനിക്ക് ഏകദേശം 2 സ്റ്റാക്കും 52 കിട്ടിയത്. 2 സ്റ്റാക്കും 52. അയ്യോ കൊണാമിയ. പിന്നെ അവിടെ ഒരെണ്ണം ഞാൻ മാറ്റി വെച്ച്, നല്ല ഒരെണ്ണം ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അല്ലാതെ പൊട്ടാറായിരിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് 2 ക്രിസ്റ്റലും കിട്ടി. എൻ്റെ വീടെന്ത് ചെയ്യും? ഇങ്ങോട്ട് തന്നെ മറന്നുപോയി. വഴിയൊക്കെ താഴോട്ടായിരുന്നു. ഇത് കൊണ്ടുവച്ചിട്ട് ഞാൻ ആ കേവ് ഒന്ന് നോക്കട്ടെ. അവിടെ എവിടെയെങ്കിലും ഒരു കേവ് മിക്കവാറും കാണും. ഇത് കൊണ്ടുപോക്കണം. ഞാൻ തിരിക്കട്ടെ. സ്പൈ ഗ്ലാസ് ഉണ്ടാക്കാൻ പറ്റും ഇതുകൊണ്ട്. അതെങ്ങനെയാണെന്ന് എൻ്റെ ക്രാഫ്റ്റിംഗ് ടേബിളിൽ അവിടെ വെച്ചിട്ടാണ് വന്നത്. നോക്കട്ടെ. ഞാൻ അതല്ലായിരുന്നു സെർച്ച് ചെയ്ത് നോക്കാം. അത് തന്നെ 2 കോപ്പറും 1 ക്രിസ്റ്റലും മതി. അത് നമുക്ക് സെറ്റാക്കാം. പനി പിടിച്ചു ഗൈസ്. പനി എന്താ ചെയ്യാൻ? ഒരു മിനിറ്റ്, അത് കാര്യം നോക്കട്ടെ.
ഓക്കെ അങ്ങനെ നമ്മൾ പിക്കാക്സ് ഉണ്ടാക്കി ഇനി നമുക്ക് തിരിച്ചു പോകാം. ഞാൻ തിരിച്ച് ആ കേവ് എവിടെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് നമുക്ക് ബാക്കി വീഡിയോ നോക്കാം. കണ്ടോ ഗൈസ്, പോയ വഴിക്ക് തന്നെ എനിക്ക് 2 കോപ്പർ കിട്ടി അവിടെ നിന്ന് തന്നെ. അപ്പം നമുക്ക് അധികം വെട്ടിയെടുക്കാം എൻ്റെ പിക്കാക്സ് എങ്കിൽ. ഓക്കെ, ഇത് മുട്ടെടുക്കാം. ഓ കുറേ ഉണ്ടല്ലേ. നമുക്ക് എന്തായാലും 2 മതി. എന്നിട്ട് ഇവിടെ നിന്ന് താട്ട്. അയ്യോ ലൈഫ് കുറേ അല്ലേ. അല്ല ചെയ്യുന്നുണ്ട്. 2 ഹാർട്ട് പറഞ്ഞതിൽ. കണ്ടോ ഗൈസ്, ഒരു സോംബിയുടെ സൗണ്ട് കേട്ടില്ലേ? ഞാൻ അത് എവിടെയാണെന്ന് കണ്ടുപിടിക്കട്ടെ. മിക്കവാറും ഈ സൈഡിലോട്ട് തന്നെ ആയിരിക്കും എനിക്ക് തോന്നുന്നത്. ഇവിടോട്ട് ഈ സൈഡ് നേരെ കുഴിച്ചു പോയാൽ മതിയായിരിക്കും എന്ന് തോന്നുന്നു. നോക്കട്ടെ ഗൈസ്. ഗൈസ്, ആ സൈഡിലോട്ട് തന്നെ ആയിരുന്നു. എൻ്റെ 38 ടോർച്ച് ഒഴിവാക്കിയെടുക്കാനും മറന്നുപോയി. ഇറങ്ങുമ്പോഴേ ആരെങ്കിലുമൊക്കെ കാണും. എന്നെ ഒന്ന് ചെയ്യല്. നമുക്കെന്തായാലും ഇങ്ങോട്ട് പോകാം. ഒരു ബോട്ട് ഉണ്ടാക്കണ്ടേ? ഇങ്ങോട്ട് ഉണ്ട്. നമുക്ക് ഇങ്ങോട്ട് പോയിട്ട് ഇവിടെ വല്ലതും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഇന്ന് ഈ കേവിൽ ഇറങ്ങിയെന്ന് പറയുമ്പോൾ ഫുൾ ആർമർ സെറ്റ് ചെയ്യാനാണിത്. വെറുതെ ഒക്കെ പറക്കി ടോർച്ച് വെക്കുന്നു. ഒന്നായി ടോർച്ചില്ല. ഫുൾ ആർമർ സെറ്റ് ചെയ്യാനായിട്ടായിരുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്തായാലും ആർമർ സെറ്റ് ചെയ്യാൻ പറ്റുന്ന അയൺ എടുക്കാൻ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇനി അടുത്തെടുത്തോ. സോംബിയാണ് ഗൈസ് ഇവിടെ മൊത്തം. ഞാൻ വന്നപ്പോൾ ചാടി ഇങ്ങി പോരുന്നില്ല അങ്ങോട്ട്. ഇതിപ്പോൾ ഏത് വഴി? ഇത് കുറേ ടോർച്ച് വേണ്ടി വരും മിക്കവാറും. 17 ടോർച്ച് കൂടെ ഉള്ളു എൻ്റെ ഈ ബാക്കി. ഇവിടോട്ടങ്ങും വരണ്ടായിരുന്നു. എന്തായാലും ഒരു ടോർച്ച് ഇരിക്കട്ടെ ഇവിടെ. ദൈവമേ കാത്തോണേ. താഴോട്ട് പോകണമെന്നുണ്ട്. മിക്കവാറും സ്കെൽട്ടൺ ആയിരിക്കും മൊത്തം. ഇവിടെ ഉണ്ട്. ഞാനൊരു ബോട്ട് ഉണ്ടാക്കണമെന്ന് വെച്ചതാണ് ഗൈസ്. നമുക്കെന്തായാലും അവിടെ കുറച്ച് അയൺ ഇരിപ്പുണ്ട്. ഇവിടുന്ന് ഇതും കൂടെ വെട്ടിക്കൊണ്ട് എല്ലാം കൂടെ എടുത്തുകൊണ്ട് പോയിട്ട് നമുക്ക് എത്ര ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇവിടെ ചെറുതായിട്ട് നടക്കട്ടെ. നമുക്ക് പതുക്കെ പോരാ അടുത്തോട്ട്. ഇവിടെ അടച്ചു കേട്ടോ. കൊള്ള പന്നി. അയ്യോ, അത് കയറാൻ വഴിയുണ്ടായിരുന്നു. എനിക്ക് അപ്പോഴേ അറിയാവുന്ന എന്തെങ്കിലുമൊക്കെ വരുമെന്ന്. പോ. എന്തോ ചെയ്യാൻ പറ്റുമോ? ഇത്രയേ ഉള്ളൂ. അത് നമുക്ക് തുറക്കാം. എന്നിട്ട് ഇവിടെയും കൂടെ ഞാൻ ഇവിടെ അടയ്ക്കൊന്നും വേണ്ട. അവിടെ എനിക്കറിയാമായിരുന്നു എന്തെങ്കിലുമൊക്കെ വരുന്നു. കാരണം അവിടെ നല്ല ഒരു ഇതുണ്ടെന്ന് തോന്നുന്നു. ഫുള്ള് ഗുഹയാങ്ങാണ്ട് അവിടെ. അയ്യോ, എത്ര കിട്ടി? പിന്നെ അവസാനം നോക്കാം. ഒന്നും ഇല്ലല്ലേ. പറയുന്നു തന്നെ പോയിരുന്നു. അവിടെ വേറെ ഫൈറ്റായി. രണ്ടടി ചത്ത്. അവൻ്റെ എന്തോ കൂടിയ അവിടെ ഗോൾഡ് ഇരിക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ആവശ്യം എനിക്കിപ്പോൾ ഇല്ല. നോർമലിലാണ് കിടക്കുന്നത്. ഇവിടെ ഒന്നും ഇല്ലായിരുന്നല്ലേ. ഞാൻ അടുത്തടുത്ത് നോക്കട്ടെ ഗൈസ്. വെയിറ്റ്. ഇപ്പോൾ ഇവിടെ ഒന്നുമില്ല. ഞാൻ വന്ന വഴിക്കെങ്ങും ഒരു കോള് പോലും കണ്ടില്ല. എൻ്റെ ഒരു കോളേ ഇരിപ്പോളായത്. അത് വെച്ച് പിന്നെ ഞാൻ 4 തുടച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പോകാൻ നോക്കി 4 തീർന്നു. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നു.
സേഫായിട്ടിരിക്കണം. അടുത്ത വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ എൻകാഡോക് സൈനിങ് ഓഫ് ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഈ കേവ് ഫുള്ള് ഞാൻ അല്ല അവിടെ കുറച്ച് അതിനെക്കൊണ്ട് ഇതിൻ്റെ വണ്ടിക്കുണ്ട്. ഈ കേവ് ഫുൾ മൈൻഡ് ചെയ്ത് എത്ര ആയം കിട്ടുന്നത് ഞാൻ അതേടെ കൊണ്ട് കാണിക്കും ഗൈസ്. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ എൻകാഡോക് സൈനിങ് ഓഫ് ഗൈസ്. ബൈ ബൈ.